ഇല്ല. കുഴപ്പമുണ്ടാകാതെ പോകാനുള്ള എല്ലാ നിബന്ധനകളും ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഇസ്ലാമിക വേഷം ധരിക്കണം, അത് സുഗന്ധം പൂശി പുറത്തിറങ്ങാൻ പാടില്ല, അതുപോലെ തന്നെ പുരുഷന്മാരുമായി ഇടകലരാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇങ്ങനെയൊക്കെ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് പോലും ഒരു പെണ്ണിന് പള്ളിയിൽ പോകാൻ പാടില്ല, അത് ഹറാമാണ് എന്നായിരുന്നു ഇവിടെ പറഞ്ഞിരുന്നത്. അനിയന്ത്രിതമായ തലാഖ്, എത്ര വേണമെങ്കിലും കെട്ടാനുള്ള അനുവാദം, ബഹുഭാരിത്വത്തിന് യാതൊരു നിയന്ത്രണമില്ലാത്ത അവസ്ഥ, ഇതൊക്കെയായിരുന്നു ഇസ്ലാഹി പ്രസ്ഥാനം വന്നപ്പോ ഉണ്ടായിരുന്നത്. കാരണം എന്താ? അജരൊക്കെ നിങ്ങളെപ്പോഴും കണ്ടാല് 35-40 കെട്ടം മതിക്കുള്ളൂ, നിങ്ങൾക്കൊന്നും കൂടി കെട്ടട്ടോ എന്നറിയും. കെട്ടി 4 ദിവസം കഴിഞ്ഞ് മൂപ്പര് ഒഴിവാക്കിയ പിന്നെ ഒന്ന് കെട്ടിച്ചു കൊടുക്കാൻ. ആരെ കെട്ടിച്ചു കൊടുക്കണേ? മുസ്ലിയാര് തന്നെ. 1 ചൊല്ലി 2 ചൊല്ലി 3 ചൊല്ലി 3 തുപ്പ. ഈ തുപ്പുന്നെന്തിനറിയാം? തുപ്പലിങ്ങ് തിരിച്ചെടുക്കാൻ കഴിയാത്തത് പോലെ ഈ ബന്ധം തിരിച്ചെടുക്കാൻ കഴിയില്ല. കുട്ടികൾ തമ്മിൽ തെറ്റിയ നമ്മളെ നാട്ടിൽ കോല് മുറിച്ചിടുക. നിന്നോട് ഞാൻ തെറ്റി, ഈ കോല് മുറിച്ചിട്ട കോല് യോജിക്കൂലല്ലോ, അതുപോലെയാണ് തലാക്കുന്ന. അങ്ങനെ 3 ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ചിന്തിക്കും, കുട്ടികൾ ഇങ്ങനെ കരയിൽ തുടങ്ങി, ഉമ്മ പോയില്ലേ, കുട്ടികൾ കരയുമ്പോ വരും കുത്തിരുന്ന് കരയും. അപ്പൊ പിന്നെ എന്താ ചെയ്യാ? തിരിച്ചെടുക്കണം. 3 ചൊല്ലിപ്പോയല്ലോ, എന്താ പണി? ഉസ്താദിന്റെ അടുത്ത് മെല്ലെ ചെല്ലും, കാൽച്ചായൊക്കെ വാങ്ങിക്കൊടുത്ത്, ഉസ്താദെ വല്ല വഴിയുണ്ടോ? ഒരു വഴിയില്ല, 3 ചൊല്ലിയില്ലേ. പിന്നെയും ചോദിച്ചാല് വഴിയുണ്ട്, ഇനി എനിക്കത് പറ്റുമോന്ന് അറിയില്ല. ഉസ്താദ് ഒന്നും പറയൂ ഉസ്താദെ, ചടങ്ങ് നിക്കണടോ. അതെന്താ? വേറൊരാൾക്ക് കെട്ടിച്ചുകൊടുക്ക, ഒരു ദിവസത്തിന്, ഒരു ദിവസം അവര് തമ്മിൽ ജീവിക്കുക, പിറ്റേന്ന് ചെല്ലടാ നിലാക്കി അറിയാ അല്ലേ? അതാണ് ചടങ്ങ് നിൽക്കുക. എന്നിട്ട് ഇങ്ങനെ ഇവര് കാത്തിക്കുക, മോനെ കൊണ്ട് പിറ്റേന്ന് തലാക്കിയിരിക്കാൻ. പരസ്യമായൊരു വ്യഭിചാരം. ആളെ കിട്ടൂലേ, അതും ചിലപ്പോ മുസ്ലിയാർ ഏർപ്പാട് ചെയ്ത് കൊടുക്കും, അല്ലെ മൂപ്പരെന്നെ ഗത്യന്തരല്ലെങ്കിൽ മൂപ്പരനെ നിൽക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരു കാലം അവിടെ ഉണ്ടായിരുന്നത്. ഇതൊക്കെ കേട്ടാപ്പോ സമസ്തക്കാരുടെ പിന്മുറക്കാർക്ക് ഓക്കാനം വരും, ഛർദി വരും. പക്ഷേ ഇതായിരുന്നു സമുദായത്തിന്റെ സ്ഥിതി. ഇത് വെറുതെ ഈ നാട്ടിൽ മാറ്റണ്ടായതല്ല. ആ ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞു, ഇത് ഇരവൽ വാങ്ങിയ കാളക്കൂറ്റൻ എന്നാണ്. ചടങ്ങ് നിൽക്കണവരെ പറ്റി റസൂല് പറഞ്ഞിരുന്നത് മുമ്പുണ്ട്. ഇസ്ലാമിന്റെ ഈ നിയമത്തെ മറികടക്കാൻ വേണ്ടി പേരിനെ ചടങ്ങ് തീർക്കാണ്. വേറൊരാള് 3 തലാഖും കഴിഞ്ഞാൽ വേറൊരാൾ കല്യാണം കഴിക്കുകയും എന്നിട്ട് അയാൾ അവളെ ഒഴിവാക്കുകയും ഇദ്ദ കഴിയുകയും ചെയ്താൽ പഴയ ഭർത്താവിന് അവളെ തിരിച്ചെടുക്കാം എന്നതാണ് ഖുർആനിന്റെ നിയമം. ആ നിയമത്തെ മറികടക്കാൻ ഉണ്ടാക്കിയ ഒരു ചടങ്ങാണിത്. പലപ്പോഴും എന്താ സംഭവിക്കലിച്ചാല് നിക്കാഹ് ചെയ്ത് കൊടുക്കും, ഓല് രണ്ടാളോട് പോവും, ഇവര് കാത്തുന്നോല് പടക്കും. മനസ്സിലായില്ലേ? അങ്ങനത്തെ സംഭവങ്ങളും ആ കാലത്തുണ്ടായിട്ടുണ്ട്. ചെല്ലൂല ഞാൻ തലാക്ക്, ഒന്ന് ചെല്ലിച്ച എന്ന് പറഞ്ഞ നിവൃത്തിയൊന്നുമില്ലല്ലോ. അങ്ങനത്തെ സംഭവങ്ങൾ ആ നാട്ടിലുണ്ടായിരുന്നു. ഈ രൂപത്തില് മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അപമാനകരമായ ഒരവസ്ഥയാണ് വാസ്തവത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം വരുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത്. നമ്മളത് ഖുർആന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അനുവദിക്കപ്പെട്ട സ്വാതന്ത്ര്യം എന്താണ്, അതിന്റെ അതിർവരമ്പുകൾ എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തു. ഇപ്പൊ പറയണ എന്താണെന്നറിയോ? പെണ്ണുങ്ങളെ തെരുവിലിറക്കിയില്ല നിങ്ങൾ. നമ്മൾ പെണ്ണുങ്ങളോട് തെരുവിലിറങ്ങാൻ പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞോ പെണ്ണുങ്ങളെ തെരുവിലിറങ്ങിക്കോടിയെന്ന്? നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മൾ പറഞ്ഞ അല്ലാഹുവും റസൂലും നിശ്ചയിച്ച പരിധിയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ട അവകാശങ്ങൾക്ക് നിങ്ങൾക്ക് പുറത്തിറങ്ങാം. ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ്, അള്ളാഹുവിന്റെ ദാസികളായ പെണ്ണുങ്ങളെ അള്ളാഹുവിന്റെ പള്ളികളിൽ നിന്ന് നിങ്ങൾ തടയരുത് എന്ന് അള്ളാഹിന്റെ റസൂൽ പറഞ്ഞതാണ്. അത് തടയാൻ ആർക്കും അവകാശമല്ല. ആ ഹദീസിന് എത്ര അർത്ഥം മുസ്ലിയാക്കന്മാര് പറഞ്ഞെന്നറിയോ? ഒരു മുസ്ലിയാര് പറഞ്ഞത് കുറ്റിച്ചിറയിൽ വെച്ച് മന്ത്രിച്ചൂതാൻ പോകുമ്പോ തടയരുതെന്നാണ്. പള്ളിയിലാണല്ലോ ഉസ്താദ് ഉണ്ടാവുക. അപ്പൊ മന്ത്രിച്ചൂതാൻ വേണ്ടി പോകേണ്ടി ഒരു ഏലസ്, ഉറുക്ക്, ഇജാതി സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ഉസ്താദിന്റെ അടുത്തേക്ക് പെണ്ണുങ്ങൾ പോകുമ്പോ അത് തടയരുത് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷേ ഹദീസിൽ വ്യക്തമായിട്ടുണ്ട്, യുസല്ലീന ഫിൽ മസ്ജിദി, അവർ നിസ്കരിക്കാൻ തന്നെ തടയരുത് തന്നെ വ്യക്തമായിട്ടുണ്ട്. എന്ന് മാത്രല്ല, വേറെ ചില ആള് പറഞ്ഞത് ചില പെണ്ണുങ്ങൾ പള്ളി കൗതുകത്തിന് കാണാൻ വരും, അത് തടയരുത് എന്നാണ്. കൗതുകത്തിന് പെണ്ണുങ്ങൾ പള്ളി കാണാൻ വരുമ്പോ അത് തടയരുത് എന്നാണ്. ഒരു സഖാബി അവസാനം പറഞ്ഞ എന്താണെന്നറിയോ? ലാ തംനഉ ഇമാ അല്ലാഹ്, അള്ളാന്റെ ദാസികൾ നിങ്ങൾ തടയരുത് എന്നാണ് ഞാൻ തന്നെ തടഞ്ഞേന്ന് അതിന്റെ അർത്ഥം. 1400 കൊല്ലം മുമ്പ് ഞാൻ തടഞ്ഞിട്ടുണ്ട്, ഇനി എന്തിനാ നിങ്ങൾ തടയണത് എന്നാണ് അതിന്റെ അർത്ഥം. എങ്ങനെയുണ്ട്? വേറൊരു മുസ്ലിയാര് പറഞ്ഞത് വീട്ടിന്റെ ഉള്ളിലെ പള്ളിയിൽ നിന്ന് തടയരുത് എന്നാണ്. വീട്ടിന്റെ ഉള്ളിലെ പള്ളിയിലെ അപ്പൊ വീട്ടിനൊരു കുണ്ടമുറി ഉണ്ടാക്കിയിട്ട് നിക്കരിക്കാൻ പെണ്ണുങ്ങൾക്ക്. അപ്പൊ ഭർത്താവ് ചന്തക്കോ എവിടെങ്ങനെ കാത്തിരിക്കണം, ഞാൻ ഈ റൂമിലേക്കൊന്ന് കയറിക്കോട്ടെ നിസ്കരിക്കാൻ. അതാണ് അതിന്റെ അർത്ഥം.
നോക്കണം നിങ്ങൾ. ഈ രൂപത്തിലുള്ള ദുർവ്യാഖ്യാനങ്ങളൊക്കെ നടത്തി അവസാനം ആദ്യകാലം മുതൽക്കേ പറഞ്ഞെന്താറിയോ, നമ്മൾ ഹദീസ് ഉദ്ധരിക്കുമ്പോ പറയും അതൊക്കെ ആദ്യകാലത്തെ കാര്യങ്ങളല്ലേ, റസൂൽ ഇസ്ലാമുമായി വന്ന കാലത്ത് പിന്നെ അത് ഹറാമാക്കി ആയത്തുണ്ട്, ഹിജാബിന്റെ ആയത്ത്. എന്നാ ആയത്തൊന്ന് പറയൂ ഉസ്താദേ, ഹിജാബിന്റെ ആയത്ത്. പിന്നെയും പറയും ഹിജാബിന്റെ, അത് ഏതാണ് ആയത്ത്, എന്നാണത് ഇറങ്ങിയത്? കാരണം അത് ഇന്ന ദിവസം ഇറങ്ങി എന്ന് പറഞ്ഞാൽ പിറ്റേന്ന് പോയത് നമ്മൾ കാണിച്ചു കൊടുക്കും. അപ്പൊ അവസാനം കാന്തപുരം മുസ്ലിയാർ ബുക്ക് എഴുതിയപ്പോ എന്ത് പറഞ്ഞത്, ഹിജാബിന് പല ഘട്ടങ്ങളുണ്ട് എന്നായി. അതിൽ അവസാന ഘട്ടം ഹജ്ജത്തുൽ വിദായിലാണ്. ഹജ്ജത്തുൽ വിദായിൽ ഇറങ്ങിയ ഹിജാബിന്റെ ആയത്ത് ഏതാ? ഒന്നുമില്ലല്ലോ. ഹജ്ജത്തുൽ വിദായിൽ ഹിജാബിന്റെ ആയത്തിന് ഉണ്ടായില്ല. ഹിജാബ് എന്നുള്ള മറാന, അതൊരൊറ്റ ആയത്തുള്ളൂ. അള്ളാഹുവിന്റെ റസൂൽ സൈനബാ ബീവിയെ കല്യാണം കഴിച്ചപ്പോഴാ. അത് ഹിജറ 3-ലാണെന്നും 5-ലാണെന്നും അഭിപ്രായമുണ്ട്. പക്ഷേ റസൂലുള്ള വഫാത്തായതിനു ശേഷം പോലും റസൂലുള്ളാന്റെ ഭാര്യമാർ പള്ളിയിൽ ഈത്തിക്കാഫ് ഇരുന്നത് ഹദീസുണ്ട്. ഈത്തിക്കാഫ് തന്നെ 10 ദിവസം 15-50 നിസ്കാരം എങ്ങനെയായാലും ഒരു ജുമയായിട്ടുണ്ടാവും അല്ലേ? ജുമയുടെ സമയത്ത് ഓടലാ, ബാങ്ക് കൊടുക്കും, ആയിഷ ബാങ്ക് കൊടുക്കുന്ന ഓടിക്കോ എന്ന് പറയാ, എന്നാ ഈത്തിക്കാഫ് ശരിയാകുമോ? അപ്പൊ ഇത് മസ്ജിദ് നബവിയിലായിരുന്നത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഇതുപോലും ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഇസ്ലാഹി പ്രസ്ഥാനം വരേണ്ടി വന്നു. എന്നിട്ട് എന്തെല്ലാം പറഞ്ഞ് ഇപ്പൊ അവസാനം എന്താ അറിയോ, യാത്രക്കാരൻ നിസ്കരിക്കാനുള്ള സ്ഥലം വലിയ ബോർഡ്, പള്ളിന്റെ ബോർഡിനെക്കാളും വലിയ ബോർഡ്. എവിടെ? പള്ളിന്റെ മരത്ത്. ഇപ്പൊ മഞ്ചേരിയങ്ങാടിയിലൊക്കെയാണ് ആണുങ്ങൾ ചേർന്ന ആ കവാടത്തിലാ പെണ്ണുങ്ങളെ നിസ്കാര സ്ഥലം. നമ്മൾ പള്ളിന്റെ ബാക്കിലോ ഒരു സൈഡിലോ വേറെ വഴിക്ക് വന്നു പോയാ ഫിത്തനയോട് ഫിത്തന. യാത്രക്കാരിയാവുമ്പോ പിന്നെ ഒരു ഫിത്തനയില്ല. കണ്ടോ? യാത്രക്കാരി അല്ലാത്തൊരു നാട്യർക്കയിൽ കയറിയാൽ എന്താ? ഇവരെയൊക്കെ വല്ല പ്രത്യേക ഐഡന്റിഫൈ മെഷീൻ ഉണ്ടോ? യാത്രക്കാരി അല്ലാതെ നമ്മൾ നാട്ടിൽ നിന്ന് ചോദിച്ചിന്, അല്ല നിങ്ങൾ അവിടെ ടിക്കറ്റ് പരിശോധിക്കാൻ ആളെ നിർത്തിക്കണോ? ഏയ് മത്താ തങ്ങട് വരും. എവിടുന്നാ വരുന്ന? കാസർഗോഡ്. എടുക്കും ടിക്കറ്റ്. മാത്തു കാസർഗോഡ് നിക്കരിച്ചതിൽ 1. ഇങ്ങനെയുണ്ടോ? ഒരു നാട്ടുകാർക്ക് അവിടെ പോയി നിസ്കരിച്ച അവരെന്താ ചെയ്യാ? മൂക്കുറിച്ചോ? അപ്പൊ സുഹൃത്തുക്കൾ, ഇതെന്താ അറിയോ? ഇല്ലാത്ത നിയമം ഉണ്ടാക്കിയിട്ട് അതിനെ മറികടക്കാൻ വേണ്ടി കണ്ടുപിടിച്ചതാ യാത്രക്കാരായ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സ്ഥലം. പറയുന്ന കേട്ടപ്പോ കഴിഞ്ഞെല്ലാ പെണ്ണുങ്ങൾ യാത്ര തുടങ്ങിയെന്ന് തോന്നുന്നു. ഇതിനു മുമ്പൊക്കെ യാത്ര ചെയ്തിരുന്നില്ല. ഇപ്പൊ ആർക്ക് വേണം യാത്രക്കാർ നിസ്കരിക്കാനുള്ള സ്ഥലം? മുജാഹിദിന്റെ ജമാഅത്തിന്റെ ഒക്കെ പള്ളികൾ ഉണ്ടാവും, അവിടെ ആളുകൾ കയറി നിസ്കരിച്ചോളും. പല യാത്രക്കാരായ സ്ത്രീകൾക്കുള്ള കുണ്ടംമുറി നോക്കിയൊന്നും ആരും നടക്കൂലപ്പോ. മാത്രല്ല, നമ്മളധികം പെണ്ണുങ്ങളൊക്കെ നിർബന്ധമായി യാത്ര ചെയ്യുന്ന ആശുപത്രിയിലേക്കും മെഡിക്കൽ കോളേജിലൊക്കെ, കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്ന പാലക്കാട് നിന്ന് അങ്ങോട്ടൊക്കെ പോകും. തൃശ്ശൂരിന്റെ ആ ഭാഗത്ത്, തൃശ്ശൂർ മെഡിക്കൽ കോളേജ് പിന്നീടാ വന്ന്, കാസർഗോഡ് നിന്ന് ഇങ്ങോട്ടും വരും. എത്ര ദൂരണ്ട്? കണ്ണൂര് ഭാഗത്ത് നിന്ന് കാസർഗോഡ് വന്ന് കോഴിക്കോട് വന്ന് പോകുക. നിസ്കരിക്കൂല പെണ്ണുങ്ങള്. അത് ഒരു ദിവസം അങ്ങനെ കിടക്കട്ടെ വിചാരിക്കും. മാപ്പിള നിസ്കരിക്കാൻ പള്ളി കയറാ ഇവിടെ നിൽക്കുക ഗേറ്റിങ്ങള്. എന്താ ചെയ്യപ്പെടക്കണ്? ഞാൻ മാപ്പിള നിസ്കരിക്കാൻ പോയിക്കണ്. ഇങ്ങനെ 100 ആളോട് മറുപടി പറയണം അല്ലേ? ളുഹറും മെസറും മഗ്‌രിബും ഇശാവും ഒക്കെ കൂടി വീട്ടിൽ ചെന്നിട്ട് കളായി നിസ്കരിച്ചാ മതി എന്നാ അന്ന് പറഞ്ഞുകൊടുത്തീന്ന്. നിസ്കരിക്കലില്ല എന്നുള്ളത് വേറെ കാര്യം. ഒരു ദിവസം അങ്ങനെയും കിടക്കട്ടെ എന്ന് വിചാരിക്കലാ സാധാരണ നിലക്ക്. ഇപ്പൊ കളായിണ്ടോ? കാന്തപുരത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കാണ്, ഇനി ഏതെങ്കിലും ഒരു പെണ്ണ് നിസ്കാരം ഉദ്ദേശിച്ച് പള്ളിയിൽ വന്നു, എന്നാൽ അവൾ ചെയ്തത് തെറ്റാണെന്ന് പറയാൻ പറ്റുകയില്ല. സഹീഹാണെന്ന് ആദ്യം പറഞ്ഞിട്ട് പിന്നെ പറയാണ് എന്നാൽ തെറ്റാണെന്ന് പറയാതിരിക്കാൻ പറ്റുകയുമില്ല. സഹീഹാണ്, തെറ്റുമാണ്. അതെങ്ങനെയാണ്? അതാണ് മൂപ്പര് മസാല പറഞ്ഞിട്ടുണ്ട്. കട്ടെടുത്ത ഭൂമിയിൽ ഇപ്പൊ നിങ്ങൾ നിസ്കരിച്ചു വിചാരിച്ചു, 1 സെന്റ് നിങ്ങൾ ഭൂമി തിരക്കി അയലോക്കാരന്റെ അവിടെ മുസല്ലിട്ട് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാണ്, തിരക്കിയത് ശിക്ഷയുണ്ടല്ലോ, അപ്പൊ തെറ്റുമാണ്. നോക്കണം നിങ്ങള്. അങ്ങനെ ഒരു മസാല ഫിഖിന്റെ കിതാബിൽ ഏതിലെങ്കിലും ഉണ്ടോ? കട്ടെടുത്ത ഭൂമിയിൽ നിസ്കരിക്കുന്ന പോലെയാണ് പെണ്ണുങ്ങളെ ജുമാ ജമാഅത്ത് ഇല്ല. മാത്രല്ല, ശറഹ് മുഹദ്ദബിന്റെ ഒരു കോപ്പിയില് ഭ്രാന്തന്മാരെ കൂട്ടത്തിലാണ് കാന്തപുരം പെണ്ണിനെ ഉൾപ്പെടുത്തിയത്. ഭ്രാന്തന്മാര് 3, 4, 5 ഇങ്ങനെ എണ്ണിപ്പറയണ കൂട്ടത്തില് ഒരു നമ്പർ ഇടയിന്ന് വിട്ടുവെക്കുന്നത്. 3 കഴിഞ്ഞാൽ നേരെ 5, 4ഇല്ല. എന്താ? അതുപോലെ തന്നെ ഭ്രാന്തന്മാരെന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ പെണ്ണുങ്ങളും ഭ്രാന്തന്മാരെ പോലെ പെണ്ണുങ്ങള്. ഭ്രാന്തം നിസ്കരിച്ചാൽ ശരിയാവില്ല, അതുപോലെ പെണ്ണുങ്ങള്. അപ്പൊ എത്ര വ്യക്തമായ കാര്യത്തെയാണ് ഇവിടെ നിഷേധിക്കപ്പെട്ടത്. അതിനെ മറികടക്കാൻ വേണ്ടി ലേഡീസ് ഓൺലി പള്ളി ഉണ്ടാക്കി. പള്ളിന്റെ മുറ്റത്ത് തന്നെ, പള്ളിയോട് ചാരി തന്നെ. ഇതന്നെയല്ലേ നമ്മളും പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ സുഹൃത്തുക്കളെ, ഇസ്ലാഹി പ്രസ്ഥാനം വന്നപ്പോ
ഒരുപാട് സത്യങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കി